നമ്മളിന്ന് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു ഈസി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചൂടായി കിടക്കുന്ന പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്കിതിൽ ഏത്തപ്പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോഴത്തേന് അതൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ അതും ഇടാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. പിന്നീട് ഇതിലേക്ക് 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. 3 ഏലക്കയും കൂടെ പൊട്ടിച്ചിട്ടത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉണക്കമുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പുമാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തു, 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് നെയ്യ് തടവിയ ശേഷം അതിലേക്ക് ഇതൊരു ദോശയുടെ വലിപ്പത്തിന് നമുക്കൊന്ന് ഒഴിച്ച് പരത്തിയെടുക്കാം. പിന്നീട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും നെയ്യ് തൂവി കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കാം. നമുക്ക് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട. ഇതേപോലെ ആകുമ്പം പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഞങ്ങളുടെ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.